ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അരുണ്ടയുടെയും ഉന്നക്കായുടെയും ഓർഡർ വന്നതനുസരിച്ച് ചെയ്തെടുത്താണ്. അപ്പോൾ ഉന്നക്കായ എങ്ങനെ ഒരു പെർഫെക്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വീഡിയോസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അച്ഛൻ പാക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോസിലേക്ക് പോവാം. ഉന്നക്കായ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതേപോലെ പെർഫെക്റ്റായി ചിലർക്ക് കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോസ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നക്കായ്ക്ക് നമ്മൾ പഴം നോക്കിയെടുത്തു. ഇതേപോലെ നല്ല പഴുക്കാത്ത പഴം നോക്കി ഇതേപോലെ എടുത്തു കേട്ടോ. പഴം കൊടുത്തതിന് ശേഷം നമ്മൾ വെറുതെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം 2 കഷ്ണമായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് 10 ലിറ്ററിൻ്റെ കുക്കറിലും 5 ലിറ്ററിൻ്റെ കുക്കറിലായിട്ട് കൊടുത്തു. കുക്കറിൽ ഇട്ട് കൊടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു വിസിലൊക്കെ അടിച്ചാൽ മതി. അപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിലിട്ടത് കുറച്ച് വെന്ത് പോയി. 10 ലിറ്ററിൻ്റെ കറക്റ്റായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നല്ല അടിക്കാനുള്ള ചട്ടി എടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതുപോലെ അധികം വെള്ളം ഒഴിക്കാതെ മൂടി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. പിന്നെ ഉള്ള പണി മച്ചാനായിരുന്നു. അപ്പോൾ വേവിച്ചെടുത്ത പഴം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു വട്ടളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഉടച്ചെടുക്കുക. നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഉടച്ചെടുക്കാം. ഇനി ഉന്നക്കായ്ക്കുള്ള ഫില്ലിങ്ങിനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഏലക്ക, നല്ല ക്വാളിറ്റിയുള്ള ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുമ്പോൾ നല്ല നൈസായി പൊടിച്ച് കിട്ടും. കുറച്ചധികം പൊടിച്ചെടുക്കണം, കാരണം ഞാൻ പഞ്ചസാര ചേർത്താതെയാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് ഞാൻ നല്ല നൈസായി പൊടിച്ച ഭാഗം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചുരണ്ടിയതും പിന്നെ പഞ്ചസാര മധുരത്തിനനുസരിച്ചും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്ക കൂടി മിക്സ് ചെയ്തൊരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കൂട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ എന്ന അളവിൽ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൂട്ട് മാറ്റി വയ്ക്കാം. ഉടച്ചെടുത്ത പഴം നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഫില്ല് ചെയ്തെടുക്കണം. ഉടച്ചെടുത്ത പഴം നമ്മുടെ കയ്യിലൊന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെയും അതേപോലെ വെള്ളത്തിൻ്റെ ഒരു അംശം ഒട്ടും തന്നെ ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഴത്തിൻ്റെ പാകവും അതുപോലെ വേവിച്ചെടുക്കുന്ന രീതിയാണ്. ഇതുപോലെ ഉരുളകളൊക്കെ പിടിക്കുമ്പോൾ ഓയിലൊക്കെ കയ്യിൽ തേച്ചതിന് ശേഷമാണ് ചിലർ ചെയ്തെടുക്കുക. എനിക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നില്ല. അതേപോലെ ഞാൻ പരത്തിയെടുത്തതിന് ശേഷം കൂട്ട് തയ്യാറാക്കി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. 2 സൈഡ് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് 2-3 മിനിറ്റ് ഇതേപോലെ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഉന്നക്കായുടെ ഷേപ്പ് ആവണ വരെ ഇതേപോലെ കയ്യിലൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം എടുക്കുമ്പോൾ നല്ല ഫിനിഷായി കിട്ടും കേട്ടോ. നമുക്ക് ഇതേപോലെ 101 ഉന്നക്കായുടെ ഓർഡർ ആയിരുന്നു, 101 അരി ലഡുവിൻ്റെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ കുറച്ച് പഴം മേടിക്കുക, ഇതേപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഓർഡറൊക്കെ എടുത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. മോനും മച്ചാനും കൂടിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഉന്നക്കായൊക്കെ. അപ്പോഴേക്ക് നമ്മൾ അരിയൊക്കെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ഓർഡറുകൾ പൂർത്തീകരിക്കാൻ പറ്റും. ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉന്നക്കായ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ കുറച്ച് പരത്തി ഇട്ടതിന് ശേഷം നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന ഓയിൽ അതേപോലെ ഗണപതി ഓയിലാണ്. പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം ഗണപതി ഓയിൽ എന്താണെന്നുള്ളത്. കടലയിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുത്ത് ഓയിലാക്കി മാറ്റുന്നതാണ് ഗണപതി ഓയിൽ. സാധാ ഓയിലിനേക്കാളും കുറച്ച് വില കൂടുതലാണ്. ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോന്നായിട്ട് മെല്ലെ പൊട്ടാത്ത രീതിയിൽ മറിച്ചിട്ട് കൊടുക്കണം. നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഓയിലൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് പരത്തി വെച്ച് തണുത്തതിന് ശേഷം പാക്ക് ചെയ്തെടുക്കാം. ഉന്നക്കായും അരിയുണ്ടൊക്കെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് രാത്രി ചെയ്ത് വെച്ചു. 1:30 മണിയായിട്ട് ഉന്നക്കായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.